പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പൊ മിലിറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, മിലിറ്ററിക്ക് ഇത്ര ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്, അത് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഇങ്ങനെ ഒരു കാര്യം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇത്ര വെയിറ്റ് ഉള്ള സാധനങ്ങൾ താങ്ങേണ്ടി വരും, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവർ ചെക്ക് ചെയ്യാണ്. അങ്ങനെ അപ്പൊ അതിനൊരു യൂട്ടിലിറ്റി ഉണ്ട്. പക്ഷെ മോഡലിംഗില് അങ്ങനെ എന്താണ് ഉള്ളത്? ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫേസ് ആണ് വിചാരിച്ചപ്പോ എന്താണ് നിങ്ങൾ അത്രയും വലിയ മണ്ടത്തരം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പറയരുത്. അതെ, നമ്മൾ ഇപ്പൊ പോട്ടെ, ഒരു ഹൈറ്റ് ഉള്ള ഒരു പേഴ്സണും ഒരു ഹൈറ്റ് ഇല്ലാത്തൊരു പേഴ്സണും നമ്മുടെ നടുക്ക് കൂടെ നടക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റേജ് പ്രസൻസ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു ഹൈറ്റുള്ള പേഴ്സണിൽ ഒരു എടുപ്പ് ഒരിക്കലും ഹൈറ്റ് ഇല്ലാത്തൊരു പേഴ്സണെ കിട്ടാന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ്. പിന്നെ മോഡലിംഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോസ് മാത്രമല്ല ഉള്ളൂ, അതിൻ്റെതായിട്ടുള്ള ഓരോരോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് പ്രിറ്റി, ഇറ്റ്സ് മോർ അബൌട്ട് ബീങ് ഡിഫറെന്റ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പോസസിന്റെ വ്യത്യാസം, പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷന്റെ വ്യത്യാസം, നോട്ട് എവ്രി വൺ ക്യാൻ ഡു ദാറ്റ്. മനസ്സിലായി? ഇപ്പൊ മേ ബി ഒരു ചെറിയ സ്മിർക്കൊക്കെ ആയിരിക്കും, അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ വാല്യൂ കിട്ടും, അതിന്റെ റെമ്യൂണറേഷൻ കിട്ടും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ പേഴ്സൺ അത്രയും അപ്ഡേറ്റഡ് ആവണം. ഞാൻ അത്രയ്ക്കും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് എന്റെ ബോഡി അതുപോലെ ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ അപ്ഡേറ്റഡ് ആകണം. ഇപ്പൊ ഞാൻ പ്ലസ് സൈസ് മോഡൽ ആണെങ്കിലും ഇപ്പോഴത്തെ സിനാരിയോയിൽ ഓക്കെ ആണ്, ബട്ട് ഐ മസ്റ്റ് ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്. ലൈക്ക് എന്റെ പോസസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ എക്സ്പ്രഷൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഐ മസ്റ്റ് ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിലൊക്കെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ എന്താ പറയാ, അയ്യോ എന്നെ അടിച്ചില്ലല്ലോ ഇത്ര നന്നായിട്ട് എന്നൊക്കെ. ആദ്യം നമ്മൾ ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മൾ അതിന്റെ ബെസ്റ്റ് കൊടുക്കണം. ലൈക്ക് ഇപ്പൊ മോഡലിംഗ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഇത്രയും എമൗണ്ട് മുടക്കി ഒരു ക്ലയന്റ് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ എക്സ്പെക്ടേഷനോ അനുസരിച്ച് എന്തായാലും പോകണ്ടേ? ലൈക്ക് അത്രയും പൈസ. അല്ലാതെ ഇപ്പൊ നമ്മള് എന്താ പറയാ ബോഡി അത്രയും മെയിൻറ്റെയിൻ ചെയ്യില്ല. ലൈക്ക് അതുകൊണ്ടാണല്ലോ ബാക്കി ആൾക്കാരുടെ മോഡൽസ് നമ്മൾ അത്രയ്ക്ക് വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും മോഡൽസ് ആവത്തില്ലേ? ആ ഒരു വ്യത്യാസം അവരതിലിടുന്ന ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ഈ നാഷണൽ മോഡൽസ് ഒക്കെ അതിലിടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഭയങ്കര വലിയൊരു എഫേർട്ടാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും അത്രയും വലിയൊരു എഫേർട്ട് ഇട്ട് ലീൻ ആവാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഈ മടിയില്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് ജിമ്മിലൊക്കെ പോയിട്ട് പിന്നെ അവർക്ക് അത്രയും വലിയൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് അത്രയും എമൗണ്ട് കിട്ടുന്നതിൽ എനിക്കൊരിക്കലും മോശം എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ജിമ്മിലൊക്കെ പോകുന്ന കണ്ടല്ലോ 2 ദിവസം. ഞാൻ ചോദിച്ച് കഴിയുന്ന പണിക്ക് വല്ലതും പോയാ പോരെ. അതായത് ഇവളിട്ട സ്റ്റോറിയില് ഇവള് വർക്ക്ഔട്ട് ചെയ്യുന്നത്, എന്നിട്ട് ക്ലോസ് ഫ്രണ്ട്സിലിട്ട സ്റ്റോറിയിൽ ഇവിടെ ചത്ത് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വർക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോറി ഇട്ടിട്ടില്ല, ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോറി ഇടാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ജിമ്മിൽ പോകുന്ന ഒരു പേഴ്സൺ അല്ല. ഞാൻ ഇതുവരെ ഇട്ടില്ല. ആ ക്ലോസ് ഫ്രണ്ട്സിൽ ഇട്ടത് ജിമ്മിൽ ആദ്യത്തെ ദിവസം പോയി ഞാൻ വായ വിളിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല ഞാൻ പറഞ്ഞ ആർക്ക് വേണമെങ്കിൽ മോഡലാകാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്താ പറയാ, പക്ഷെ നമ്മൾ അത്രയ്ക്കും അടിപൊളിയായിരിക്കണം. ലൈക്ക് നമ്മൾ തന്നെ നമ്മളെ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആക്കി എടുക്കണം. അത്ര ഞാൻ പറഞ്ഞു. ഇന്ന ആൾക്കെ മോഡലിംഗ് ചെയ്യാൻ പറ്റണമെന്നില്ല, ആർക്ക് വേണമെങ്കിൽ മോഡൽ ചെയ്യാം. ബട്ട് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നമുക്ക് തന്നെ തോന്നണം ഇതിൽ കൂടുതൽ നമുക്കിത് നന്നാവാനില്ല. അവിടെയാണ് ശരിക്കും എനിക്കെന്താ മനസ്സിലായ പഞ്ച് പറഞ്ഞെന്ന്. അതായത് നമ്മൾ ഒരു ഔട്ട്സൈഡറിന് ഈ മോഡൽസ് ഒക്കെ റൺവേയിൽ നടക്കുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം സെയിം ആയി തോന്നും, ജസ്റ്റ് ഡിഫറെന്റ് പീപ്പിൾ എന്ന് തോന്നും. പക്ഷെ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്ക് നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇപ്പൊ പറഞ്ഞ പോലെ ചിരി, മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവര് ശ്രദ്ധിക്കും. അപ്പൊ അവർക്ക് അത് വലിയ വലിയ ഡിഫറൻസസ് ആയി തോന്നും. ബട്ട് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇവരെല്ലാരും ഒരേ കാര്യമല്ലേ ചെയ്യുന്നത്. ഇതിനിപ്പോ ഇത്ര സ്കിൻ വേണം, ഇത്ര ടാലന്റ് വേണം. ഈ മിന്ത്രയുടെ ഇ കൊമേഴ്സ് ഷൂട്ട് ഉണ്ട്. ഈ മിന്ത്രയുടെ ഇ കൊമേഴ്സ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മിനിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡല് ഒരു 4-5 ഡ്രസ്സെങ്കിലും മാറ്റേണ്ടി വരും മിനിമം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഓരോ ക്ലിക്കിലും ഓരോരോ പോസസ് മാറ്റണം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓരോ മിനിറ്റിലും ക്ലിക്ക് വെച്ചിട്ട് ഈ പോസ് മാറുമ്പോൾ ആ പോസസിന് അത്രയും വൃത്തി വേണം, അത്രയും ഒരു എന്താ പറയാ കിട്ടുമ്പോ വൃത്തി വേണം.
അതും കൊണ്ടാണ് അവരെയൊക്കെ എടുത്ത് അത്രയ്ക്ക് എമൗണ്ടിലേക്ക് എത്ര പൈസ കൊടുത്താലും ആ മോഡലിനെ തന്നെ വേണമെന്ന് അവർ പറയുന്നത്. അവർക്ക് ആ ക്വാളിറ്റി കിട്ടും, ഇവരുടെ ഒരു ക്വാളിറ്റി കിട്ടുന്നത് കൊണ്ടാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.